ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 58. അപ്പോ 58ാം റിവ്യൂ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഒന്ന് രണ്ട് ആൾക്കാരെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പൊ ആ ആളുകളുടെ പേരുകൾ ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. അപ്പൊ ആ ആളുകളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഈ വീഡിയോ കാണാൻ നിൽക്കണ്ട എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം എനിക്ക് റീച്ച് കിട്ടാൻ വേണമെങ്കിൽ കാണാൻ എന്ന് നിങ്ങളോട് പറയാം. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വെറുതെ നിങ്ങൾ കണ്ടിട്ടൊരു കാര്യവുമില്ല. പ്രത്യേകിച്ച് ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ഇന്നെടുത്ത് ഉടുക്കാൻ പോകുന്ന മെയിൻ ഒരു വ്യക്തി നമ്മുടെ ജാസ്മിൻ കൊച്ചിനെ പിന്നെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് തന്നെ അവളുടെ കാര്യം വന്നാലും ആർക്കും വലിയ മൈൻഡില്ല, കൂടുതൽ കാണാനേ നോക്കത്തുള്ളൂ. പോട്ടെ, ജാസ്മിൻ കൊച്ച്, ഋഷിക്കുട്ടൻ അയ്യോ അൻസിബ ചേച്ചി, പിന്നെ സിജോ ചേട്ടൻ, ഇങ്ങനെ ഒരു 2, 3, 4 പേരുടെ ഡീറ്റെയിൽ ആണ് ഞാൻ കൂടുതൽ പറയാൻ പോകുന്നത്. ബാക്കി എല്ലാരെ പറ്റി ഇത് പറയുന്നുണ്ട്, പക്ഷെ ഇവരെ പറ്റി കുറച്ചും കൂടെ ഒന്ന് പറയാനുണ്ട്. ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്, 58ാമത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ. പിന്നെ ചിലവരൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് വീഡിയോ ഇടാൻ ലേറ്റ് ആവുന്നതെന്ന്. അപ്പോൾ വീഡിയോ ഇടാൻ ലേറ്റ് ആവുന്നതിന്റെ കാര്യം ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട്, അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണുന്ന എപ്പിസോഡുകൾ ഒന്നുകൂടെ, അതായത് ഹോട്ട്സ്റ്റാറിൽ വരുമ്പോൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണും. കാരണം ചില കാര്യങ്ങൾ നമ്മൾ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് കുത്തി എന്ന് കേട്ടാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. കാരണം കുറച്ച് കാര്യങ്ങൾ എനിക്ക് ടി വിയിൽ കാണുമ്പോൾ അത്ര ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ഒന്ന് കണ്ട് കറക്റ്റ് പോയിന്റ് എടുത്തിട്ട് സംസാരിക്കാന്ന് വിചാരിക്കുന്നത്. അപ്പോ ഫസ്റ്റ് എപ്പിസോഡിൽ കാണിക്കുന്ന തന്നെ നമ്മളെ ജാസ്മിൻ കൊച്ചിനെയാണ്. നമുക്ക് ജാസ്മിന് വേറൊരു പേരിടായി. ഞാൻ നമ്മുടെ ചപ്രിക്കുട്ടനെ വിളിച്ചോണ്ടിരുന്നത് ചപ്രി എന്നായിരുന്നു. അപ്പൊ ചപ്രിയുടെ മോളാണ് ഇനി ജാസ്മിൻ കൊച്ച്. കാരണം ചപ്രി പോയതിന്റെ ആ ഒരു വിടവാങ്ങലിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല ജാസ്മിൻ കൊച്ചിന്, ചപ്രിയുടെ മോൾക്ക് എന്നാണ് ചപ്രിയുടെ മോൾ ഇവിടെ പറയുന്നത്. അപ്പൊ ചപ്രിയുടെ മോളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പട്ടി ഷോ അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് എനിക്ക് അതിനകത്തൊന്നും തോന്നുന്നില്ല. കാരണം കൂടി പോയാൽ 2 ദിവസം ചപ്രിക്കോ ജാസ്മിനോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 2 ദിവസം അവർ ഇമോഷണലി ആ ഒരു സാധനം കാണിച്ചില്ലെങ്കിൽ നാട്ടുകാർ പറയും കള്ളത്തരമാണ് രണ്ടിന്റെയിലും ഇത്ര നാളും കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു സാധനം വരാതിരിക്കാൻ വേണ്ടി ചപ്രി മോളുടെ അഭിനയം ഒരു 2 ദിവസം കാണും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തേങ്ങാക്കൊല ഇവിടെ കാണത്തില്ല. കൂടിപ്പോയ ഇന്നത്തെ എപ്പിസോഡിൽ മാത്രമേ കാണത്തുള്ളൂ. ഇനിയിപ്പോ അടുത്ത എപ്പിസോഡ് ആയിട്ട് ചപ്രി മോൾ ഇതിനെപ്പറ്റി ചപ്രിയുടെ നമ്മുടെ കാര്യം പറയുമോ എന്ന് തന്നെ നമുക്ക് സംശയമാണ്. അപ്പൊ എന്തായാലും ചപ്രി മോളെ കാണുമ്പോഴത്തേക്ക് സീക്രട്ട് റൂമിലാണെങ്കിലും അല്ലെങ്കിലും പറ്റുന്നില്ലടാ, ശരിക്കും പറ്റുന്നില്ലടാ എന്നൊക്കെ തന്നെ ഇരുന്നെങ്കിൽ സംസാരിക്കുക ചപ്രിക്കൊച്ചിന് അറിയാം. ചപ്രിമോക്ക് അറിയാം എന്തായാലും ക്യാമറ എന്നെ ഫോക്കസ് ചെയ്യും എന്നൊരു സാധനം അറിയാം. അതുകൊണ്ട് തന്നെ അവൾ അങ്ങനത്തെ ഡയലോഗ് ഒക്കെ അടിക്കുന്നുണ്ട്. നീ ഇവിടെ എവിടെയെങ്കിലും എനിക്ക് നിന്നെ ഇവിടെ എവിടെ എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സാധനമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇവള് പൊട്ടിയാണോ? സാധാരണ ഒരു മനുഷ്യൻ ചോദിക്കുന്ന ഇത്രേ ഉള്ളൂ, ഇവള് പൊട്ടിയാണോ? ഇവനെ പറഞ്ഞ് വീട്ടിൽ വിടുന്നത് കണ്ടതാണ്, ലാലേട്ടൻ സ്റ്റേജിൽ വിളിച്ചതാണ്. അപ്പൊ അറിയാം ലാലേട്ടൻ അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഔട്ടാണെന്ന്. എന്നിട്ടും പിന്നിരുന്നോണ്ട് മറ്റേ നീ സീക്രട്ട് റൂമിലാണോടാ, നീ വരുമോടാ, നീ പോകുമോടാ, ആ ചോദ്യങ്ങൾ തന്നെ അവളുടെ അഭിനയമാണ് എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു സാധനം നടക്കുമ്പോഴത്തേക്ക് പുറത്തിരുന്ന് നമ്മുടെ അഭിക്കുട്ടം പറയുന്നുണ്ട്, അഭിഷേക് എസ് അഭിനയ സിംഹം എന്നൊക്കെ. അപ്പൊ ആ ഒരു സാധനം അടിക്കുമ്പോഴേ തൊട്ടിപ്പുറ സായി ഇരുന്നിട്ട് അല്ലടാ മോനെ അവൾ അഭിനയിക്കൊന്നും അല്ലടാ എന്നൊരു സാധനം താങ്ങുന്നുണ്ട്. സായി എന്തിനാണ് ഇവളുടെ മറ്റേ മൂട്ടെ പിടിച്ച് പൊക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. സായിക്ക് എന്താണ് ജാസ്മിൻ കൊച്ചിനോട് ഇത്ര മറ്റേ ആ ഒരു സ്നേഹം വിതുമ്പി തുളുമ്പുന്നത് എന്നുള്ളത്. ഇനി എന്തെങ്കിലും നമ്മുടെ ജാസ്മിൻ കൊച്ച് ചപ്രി മോൾ എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല എന്തായാലും. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു സംഗതി അവിടെ നടക്കുന്നുണ്ട്. ജാസ്മിൻ അതിന് ശേഷം ഋഷി എടുക്കുമെന്ന് പറയുന്നുണ്ട്. ഋഷിക്കുട്ട, നീ അല്ലേ ക്യാപ്റ്റൻ, നീ ടീമിനെ സെലക്ട് ചെയ്യുമ്പോൾ എന്നെ നെസ്റ്റിൽ ഇടുമോ? നെസ്റ്റിൽ ഇടാൻ പറയുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ചെറുക്കൻ അവിടെ ഉണ്ടായിരുന്ന ബെഡിൽ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയാണ്, നമ്മുടെ ചപ്രിക്കുട്ടൻ ഉണ്ടായിരുന്ന ബെഡിൽ കിടന്ന് ചപ്രിമോൾക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു മറ്റേ സോഫ്റ്റ് കോർണർ കാണിക്കാൻ കിട്ടാൻ വേണ്ടി. അവർക്ക് സോഫ്റ്റ് കോർണർ വേണമല്ലോ. അയ്യോ ചപ്രിക്കുട്ടൻ പോയപ്പോഴത്തേക്ക് ചപ്രിമോൾ ഒറ്റയ്ക്കായി എന്നും പറഞ്ഞുള്ള ഒരു സാധനം ജനങ്ങളിലേക്ക് ഇട്ട് തരാൻ, ജനങ്ങൾക്ക് തോന്നാൻ വേണ്ടി, അത്രേ ഉള്ളൂ, അല്ല പ്രത്യേകിച്ചൊന്നും ഇല്ല. അപ്പൊ ഋഷി ഓക്കെ സെറ്റാക്കാം എന്നൊക്കെ പറഞ്ഞ് വിടുന്നുണ്ട്. ജാസ്മിൻ നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നു. ജാസ്മിൻ പറയുന്നു ഓക്കെ ആവട്ടെ, ഞാൻ മെല്ലെ ഓക്കെ ആവട്ടെ എന്നൊരു സാധനം പറയുന്നുണ്ട്. അവൾ ഓക്കെ ആവാതെ എവിടെ പോവാൻ? അവളുടെ അഭിനയം കൂടി പോയ ഒരു ദിവസം സ്വന്തം വാപ്പായിക്ക് വയ്യാന്ന് പറഞ്ഞപ്പോ ഒരു ദിവസത്തെ കരച്ചിലും പിടിച്ചിലും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം ഓക്കെ ആയി. പിന്നെ അതിനെപ്പറ്റി ചോദിച്ചിട്ടേ ഇല്ല. അവൾ ഇത്രയും ദിവസം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ഇത്രയും ദിവസമായിട്ട് വാപ്പായിക്ക് എങ്ങനെയുണ്ട് എന്നുള്ളൊരു ചോദ്യം ആ സുന്ദരി കുട്ടിയുടെ വായിൽ നിന്ന് വന്നിട്ടില്ല. ഇതാരും ശ്രദ്ധിക്കുന്നില്ലേ, ആരും എങ്ങും പറയുന്ന പോലും ഞാൻ കേൾക്കുന്നില്ല. എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് തോന്നുന്നുണ്ട് എന്താണ് ഇവൾ വാപ്പയെ പറ്റി ചോദിക്കാത്തത്. വാപ്പ വീണ്ടും വിളിച്ചു പറഞ്ഞോ മോളെ അപ്പൻ ഓക്കെയാണ് എന്നുള്ളൊരു സാധനം അറിയാൻ പാടില്ലേ? ചിലപ്പോ കാണും, മറ്റേ അന്തരീ ഫോണൊക്കെ കാണും ചിലപ്പോ അവളുടെ. അപ്പൊ എന്തായാലും
അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വീണ്ടും ജാസ്മിൻ വിടുന്നില്ല. ഋഷി കഴിയുമ്പോഴത്തേക്ക് നേരെ അപ്സര എടുക്ക പോകുന്നു. അപ്സരയോട് മറ്റേ വർക്കൗട്ട് ചെയ്യണമല്ലോ അവൾ ആൾക്കാരെടുക്കല്, മറ്റേ അതിനകത്ത് ആൾക്കാരെടുക്ക് ഇമോഷൻ പറ്റി പിടിച്ചാലല്ലേ അവർക്ക് പുറത്ത് മറ്റേ സെറ്റ് ആവൂ എന്നുള്ളൊരു വിശ്വാസം കാണുമല്ലോ അവർക്ക്. അപ്പൊ അപ്സര എടുക്ക ചെല്ലുന്നുണ്ട്. അപ്സരയും ഡയലോഗ് അടിച്ച് വിടുന്നുണ്ട്. അത് കഴിയുമ്പോ റസ്മിൻ കൊച്ചിന്റെ അടുക്ക ചെന്നു. അപ്പൊ റസ്മിൻ കൊച്ചിന് വേറൊരു സാധനം അറിയാം. അതായത് ഇത്രയും നാളും ഗബ്രി ഉള്ളതുകൊണ്ട് അവിടെ റസ്മിൻ കൊച്ച് പോയി നടുക്കിരുന്നു. ഇപ്പൊ റസ്മിൻ കൊച്ചിനെ നമുക്ക് കാണാൻ സാധിച്ചു. ഞാനൊന്ന് ശ്രദ്ധിച്ചു. അതായത് റസ്മിൻ ഇപ്പം ജാസ്മിൻ ഗബ്രിക്കുട്ടൻ ഇല്ലാത്തതുകൊണ്ട് ജാസ്മിൻ ഗബ്രിയുടെ ഇടയ്ക്ക് പോയിരുന്ന മറ്റേ സേഫ് കളി കളിക്കാൻ പറ്റത്തില്ല. ഇത് നാട്ടുകാരെ അറിയിക്കാൻ പാടില്ലല്ലോ ഞാൻ സേഫ് കളിയാ കളിക്കുന്നതെന്ന്. നേരെ ഇപ്പൊ പിടിച്ചിരിക്കുന്നത് അർജുന്റെയും ശ്രീധുവിന്റെ നടുക്കാണ്. അത് ഞാൻ ഇന്നൊന്ന് കണ്ടു. അപ്പൊ അവിടേക്ക് എത്താം. അതിന് മുമ്പ് റസ്മിൻ ജാസ്മിൻ ഉള്ള ടോക്കില്ല. റസ്മിൻ നല്ല പച്ചയ്ക്ക് അടിച്ചു കൊടുക്കുന്നുണ്ട്. ജാസ്മിൻ കൊച്ചെ, നീ പ്രീ പ്ലാൻഡ് ആയിരുന്നോ നീയും ഗബ്രിക്കുട്ടിയും എന്നുള്ളൊരു സാധനം ചോദിക്കുന്നുണ്ട്. ഇത്രയും നാളും അവരുടെ കോൾ നിന്നിട്ട് ചോദിക്കാത്ത മോള് ജാസ്മിൻ നമ്മുടെ ചപ്രിക്കുട്ടം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു സാധനം കൊണ്ട് അങ്ങ് ഇറങ്ങി. എനിക്ക് സത്യം പറഞ്ഞ റസ്മിനും ജാസ്മിനുമായിട്ടുള്ള ഒരു ടോക്ക് കണ്ടപ്പോഴത്തേക്ക് ജാസ്മിനെ അല്ല ആട്ടാൻ തോന്നിയത്, എനിക്ക് റസ്മിനെയാണ് ആട്ടാൻ തോന്നിയത്. കാരണം റസ്മിന്റെ മറ്റേ ഒരു സേഫ് ഗെയിം ആണ് അവള്. അല്ല അവളുടെ കാര്യം മാത്രം ആരും പറയുന്നത് ഞാൻ കേട്ടില്ല. അവള് സേഫ് ഗെയിം ആണ് എന്നുള്ള കാര്യം. പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അവളാണ് സേഫ് ഗെയിം. അവള് നോക്കിയും കണ്ടു നിൽക്കത്തുള്ളൂ. എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറയില്ല. എനിക്ക് തീരെ മറ്റേ അവളുടെ കുറെ സംസാരങ്ങളൊന്നും പിടിക്കുന്നില്ല. അവരെ ഒരു കള്ളത്തരം ഫീൽ ചെയ്യുന്നുണ്ട് റസ്മിന്റെ ഒരു ടോക്കിലൊക്കെ, സീരിയസ്ലി. പിന്നെ ഒരു ടീച്ചർ, ഒരു കോളേജിലെ ഒരു ടീച്ചറാണെന്നൊക്കെ പറയുന്നുണ്ട്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ഒരു ടീച്ചർ വർത്താനം പറയേണ്ട രീതിയിലൊന്നും അല്ല അവള് പലയിടത്തും, മെയിൻലി ജിൻഡോയോട് സംസാരിക്കുമ്പോഴത്തേക്ക് അവളുടെ വായിൽ നിന്ന് വീഴുന്നത്. ഒരു ടീച്ചറാകുമ്പോൾ ഇച്ചിരി ബോധം കാണുമല്ലോ, എന്നെക്കാട്ടിലും കൂടുതൽ പ്രായമുള്ള ഒരാളാണ്, ഇത്തിരി ബഹുമാനം കൊടുത്തേക്കാന്ന്. ജാസ്മിൻ അതില്ല. ജാസ്മിനെ നമ്മൾ ആ ഒരു ഗണത്തിലെ കൂട്ടുന്നില്ല. ജാസ്മിൻ അത്ര ഉള്ളൂ, മറ്റേ ചന്തയാണ് അവള്. അത് പണ്ടേ തെളിയിച്ചുള്ള കാര്യം. അതുകൊണ്ട് അവളുടെയും നമ്മൾ അതൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. പിന്നെ എന്തിനാണ് അവളെ പിടിച്ച് അവിടെ നിർത്തുന്നതെന്ന് മാത്രം എനിക്ക് അറിയുന്നില്ല. നാട്ടുകാർ പിടിച്ചു നിർത്തുന്നതാണോ അതോ ബിഗ് ബോസ് പിടിച്ചു നിർത്തുന്നതാണോ? എനിക്ക് പൊതുവേ തോന്നിയ ഒരു കാര്യം, ബിഗ് ബോസ് തന്നെ അവളെ പിടിച്ചു നിർത്തുന്നതാണ്. അത് ഇന്നത്തെ ഒരു കേസ് കൊണ്ട് ഞാൻ പറഞ്ഞു തരാം, വരട്ടെ. അപ്പൊ ഈ ഒരു സാധനം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ജാസ്മിൻ അല്ല, നമ്മുടെ അൻസിബ, ഋഷി, നോറയായിട്ടുള്ള കുറച്ച് സംസാരങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനകത്തുനിന്ന് എനിക്കൊരു മനസ്സിലായ ഒരു കാര്യം, ഋഷി എന്ന് പറയുന്നത് നമ്മൾ ജിൻഡോയെ പലരും പറയാറുണ്ട് ഒരു പൊട്ടനാണെന്ന്. ജിൻഡോയെ കാട്ടിലും വലിയൊരു മണ്ടനും പൊട്ടനുമാണ് ഋഷിക്കുട്ടൻ മറ്റേ അൻസിബ എന്തു പറയുന്നോ അതനുസരിച്ച് കളിക്കാതിരിക്കുന്ന ഒരുത്തനാണ്. അത് ഈ ഒരു വീക്ക് കഴിയുമ്പോഴത്തേക്ക് നാട്ടുകാരെല്ലാം കൂടെ കൂവി അവനെ, അല്ലെങ്കിൽ അതിനകത്തുള്ളവർ തന്നെ ആട്ടുമ്പോഴത്തേക്ക് അവന് മനസ്സിലായിക്കോളൂ. അല്ലാതെ അവനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അവൻ മനസ്സിലാക്കത്തില്ല. അത്ര ഉള്ളു ഋഷി. ഇമോഷണലി കണക്ട് ആയിപ്പോയി അൻസിബ എടുക്കാൻ. അത് പണി കിട്ടും എന്നുള്ള കാര്യത്തിൽ ഡെഫിനറ്റ് ആണ്, പണി കിട്ടും. ജാസ്മിൻ ഇപ്പൊ നമ്മുടെ എന്താ ചപ്രിക്കുട്ടം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 2 ദിവസം കരച്ചിലും പിടിച്ചിലൊക്കെ ആയിട്ടിരിക്കും. ഋഷി പോയി കഴിഞ്ഞാൽ അൻസിബാബു ഒരു ദിവസം പോലും കരയാനും പിടിക്കാനോ നിൽക്കത്തില്ല, കുറച്ചു നേരം സംസാരിക്കാനോ, അത്രേ ഉള്ളൂ. അത് ഋഷിക്കുട്ടം പുറത്തിറങ്ങി കഴിയുമ്പോൾ മനസ്സിലാവും. അത് അവരുടെ മറ്റേ പ്രണയമാണ് എന്നുള്ള സാധനം നമുക്ക് ഇട്ട് തരുന്നുണ്ട്. ഇവരുടെ ഫ്രണ്ട്ഷിപ്പാണ്. എന്ത് ഫ്രണ്ട്ഷിപ്പും പ്രണയമാണെങ്കിൽ പോലും ആർക്കും ഇതൊരു ഗെയിമാണ്, അത് മനസ്സിലാക്കുക. അത് ഋഷിക്കുട്ടൻ മനസ്സിലാക്കുന്നില്ല. അതാണ് ഋഷിക്കുട്ടന് പറ്റുന്ന ഒരു അബദ്ധം. അപ്പൊ അത് മെല്ലെ മനസ്സിലായിക്കോളും ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്ക്. അപ്പൊ വീണ്ടും ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ജാസ്മിൻ ഗബ്രി അല്ല നമ്മുടെ ഋഷി അൻസിബ ആ ഒരു ടോക്കൊക്കെ കഴിയുമ്പോഴത്തേക്ക് കഥകൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, എങ്ങനെയാണ് മുന്നോട്ട് ക്യാപ്റ്റൻ പോകേണ്ടെന്നുള്ള ഒരു സാധനം വ്യക്തമായിട്ടാണ്. അൻസിബ പറയുന്ന പോയിന്റ്സ് ഒക്കെ വളരെ വ്യക്തമായിട്ടാണ്, നല്ല കറക്റ്റ് സാധനമാണ്. അതൊക്കെ ഓക്കെ. പക്ഷെ അൻസിബയുടെ ഒരു കളിപ്പാവയായി മാറുന്നു എന്നുള്ളൊരു സാധനം കൺഫേം ആണ് ഋഷിയാണ് ക്യാപ്റ്റൻ. അപ്പൊ അവനാണ് പുതിയൊരു സ്ട്രാറ്റജി എടുത്ത് ഗെയിമിലേക്ക് പോകേണ്ടത്. പക്ഷെ അവനത് അറിയത്തില്ല. അൻസിബ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താണെങ്കിലും അത് നടക്കട്ടെ. ജാസ്മിനെ നമുക്ക് വീണ്ടും കാണാം. ഗബ്രിയുടെ ഫോട്ടോയൊക്കെ പിടിച്ച്, അയ്യോ ഗബ്രിക്കുട്ട നീ പോയോ, ഗബ്രിക്കുട്ട നീ പോവല്ലേ ഗബ്രിക്കുട്ട, ഓ എന്റെ പൊന്നുമോളെ. ഞങ്ങൾ വിചാരിച്ച അവൻ പോയി കഴിയുമ്പോഴെങ്കിലും ഗബ്രിയുടെ ഒരു പേര്, ഈ ഒരു ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുമെന്ന്. അവൻ പോയി കഴിഞ്ഞപ്പോ ഡബിൾ ഇരട്ടിയായിട്ടാണ് അത് നമ്മൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. സഹിക്കാൻ പറ്റുന്നില്ല, സത്യം പറയാലോ. എന്തായാലും ഈ ഒരു സംഗതി നടക്കുമ്പോഴത്തേക്ക് നമ്മുടെ സിജോയും അർജുനും അവിടെ നിന്ന് കാണിക്കുന്നുണ്ട്. സിജോയും അർജുനും സംസാരിക്കുന്ന ഒരു പോയിന്റ്, നമ്മുടെ ചപ്രിമോൻ പോകാനുള്ള മെയിൻ കാരണം ജാസ്മിൻ ആണെന്ന് അവർ പറയുന്നുണ്ട്. സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്ക് ഋഷി അൻസിബ വീണ്ടും കാണിക്കുന്നുണ്ട്. അതായത് ജാസ്മിൻ പറഞ്ഞ നമ്മുടെ ജാസ്മിൻ ചപ്രിക്കുട്ടൻ കിടക്കുന്ന ബെഡിൽ കിടക്കുന്ന ആ ഒരു നെസ്റ്റില് പോണം എന്നുള്ളൊരു സാധനം പറയുന്നുണ്ടല്ലോ. അപ്പൊ അത് ഋഷിയോട് പറയുന്നുണ്ട്. ഋഷി അതേപോലെ നമ്മുടെ അൻസിബയോട് വന്നത് കൊട്ടുന്നുണ്ട്. മനസ്സിലായില്ലേ?
അപ്പം ആ ഒരു സമയത്ത് ഋഷി അൻസിബയുടെ ഒരു ടോക്കിൽ അവർ പറയുന്നത് ഋഷി എന്തായാലും അവളെ അവിടെ ഇടത്തില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ബിഗ് ബോസ് വന്നിട്ട് ക്യാപ്റ്റൻ ബാൻഡ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ക്യാപ്റ്റൻ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ നോറ പറയുന്നുണ്ട് ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഡ്രാമയാണ് നമ്മുടെ ജാസ്മിൻ ചേച്ചി അവിടെ നടത്തുന്നതെന്നുള്ളത്. ഋഷിയും അൻസിബയും നോറയും കൂടെ ഇരിക്കുന്ന സമയത്ത് അത് നമുക്ക് അറിയാവുന്ന കാര്യം, പ്രത്യേകിച്ച് റോള പറയേണ്ട കാര്യമൊന്നുമല്ല, നോറ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമല്ല. ജനങ്ങൾ കാണുന്ന ഒരു കാര്യമാണ്, ജാസ്മിന്റെ അഭിനയമാണ് അതെന്നുള്ളത്. പോട്ടെ, അവൾ അഭിനയിക്കട്ടെ, അവൾക്കിപ്പോ വേറൊന്നും ഇല്ല അവിടെ ചെയ്യാൻ, അവൾ അഭിനയിക്കട്ടെ. അപ്പൊ ഇത് കഴിയുമ്പോഴത്തേക്ക് ബിഗ് ബോസ് വന്നിട്ട് പറയുന്നുണ്ട് ക്യാപ്റ്റൻ ബാൻഡ് നമ്മുടെ പഴയ ക്യാപ്റ്റൻ ആയിട്ടുള്ള റസ്മിൻ ഋഷിക്ക് കൊടുക്കൂന്ന് പറയുന്നുണ്ട്. ഋഷിക്ക് കൊടുക്കുന്നുണ്ട്. കൊടുക്കുമ്പോഴത്തേക്ക് അൻസിബ അവിടെ ഇരുന്ന് പാട്ടൊക്കെ പാടുന്നുണ്ട്. നല്ല ഊള പാട്ടാണ് പാടുന്നത്. എന്താണെങ്കിലും അൻസിബ മറ്റേ ഋഷിയുടെ ആണല്ലോ, മെയിൻ ബഡ്ഡിയാണല്ലോ. അപ്പൊ പാടുന്നുണ്ട്. അപ്പൊ ഇത് കഴിയുമ്പോഴത്തേക്ക് പവർ റൂമിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. പവർ റൂമിനെ സെലക്ട് ചെയ്യുമ്പോൾ അറിയാലോ അൻസിബ തന്നെ, അൻസിബ, നോറ, അബി, റസ്മിൻ. ഇതിന്റെ കൂട്ടത്തിൽ നമ്മുടെ സായിയെയും നമ്മുടെ നന്ദനെയും വിളിച്ചിടുന്നുണ്ട്. അപ്പൊ ഗബ്രി നമ്മുടെ ബിഗ് ബോസ് വന്നിട്ട് പറയുന്നുണ്ട് മോനെ നിന്റെ പണി ഇവിടെ നടക്കത്തില്ല, 4 പേര് മതി, 6 പേര് വേണ്ട എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ സായിയും നന്ദനെ ഇറങ്ങി പോകുന്നുണ്ട്. കാരണം അവർക്ക് മതിയായി, അവർക്ക് അതിനകത്തിരുന്ന് കഴിഞ്ഞാൽ പണി നടക്കത്തില്ല എന്ന് മനസ്സിലായ അവർ രണ്ടുപേരും ആദ്യമേ തന്നെ ബിഗ് ബോസ് പറഞ്ഞ ഉടനെ തന്നെ ഇറങ്ങി ഓടുന്നുണ്ട്. അവർക്ക് താല്പര്യം ഇല്ലായിരുന്നു അകത്തേക്ക് കയറാനായിട്ട്. പിന്നെ ഋഷി പറയുമ്പോൾ, ക്യാപ്റ്റൻ പറയുമ്പോൾ വന്നേ പറ്റുള്ളൂ, അതുകൊണ്ട് വന്നതാണ്. പക്ഷെ ബിഗ് ബോസ് പറഞ്ഞ ഉടനെ തന്നെ അവരങ്ങ് മാറി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓരോ ടീമിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഡെൻ ടീമിലേക്ക് ജിൻഡോ, അർജുൻ, ശ്രീധുനെ ഇടുന്നു. പിന്നെ ടണലിലേക്ക് ഫസ്റ്റ് ഇടുന്നത് ജാസ്മിൻ, സിജോ, ശ്രീരേഖ. ജാസ്മിൻ ഉള്ള ഒരു പണിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ജാസ്മിൻ അത്രയും പറഞ്ഞപ്പോ അങ്ങനെ അങ്ങ് അവളെ ഇടണ്ട എന്ന് വിചാരിച്ചിട്ട് ഋഷി ഇട്ട കൊടുത്ത പോലെ എനിക്ക് തോന്നി. അത് കഴിയുമ്പോഴത്തേക്ക് നെക്സ്റ്റിലേക്ക് ഇടുന്നത് സായി, അപ്സര, നന്ദന, സായി നമ്മുടെ ശരണ്യ, ഇത്രയും പേരെ ഇടുന്നു. അപ്പൊ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഋഷിക്കുട്ടൻ ഒരു വെളിപാട് വന്നു, വേണ്ട ജാസ്മിൻ ചേച്ചിയെ വിഷമിപ്പിക്കണ്ട, വെറുപ്പ് പിടിക്കണ്ട എന്ന് വിചാരിച്ച് ടീം മാറ്റുന്നു. ടീം മാറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ, സിജോ, ശ്രീരേഖ ആ ഒരു ടീം ടണലിൽ നിന്ന് മാറ്റി അവരെ നേരെ നെക്സ്റ്റിലേക്ക് ആക്കുന്നു. ഇപ്പഴ നെക്സ്റ്റ് എന്ന് പറഞ്ഞിരുന്ന ടീമിനെ ടണലും ആക്കി വിടുന്നു. അത് ഇവൻ മണ്ടനാണെന്നേ, അത്രേ ഉള്ളൂ, കൂടുതലൊന്നും പറയാനില്ല. വെറും മണ്ടനാണ്. എനിക്ക് അത്രയാ തോന്നിയത് അവന്റെ ഇന്നത്തെ ഒരു ഗെയിം കണ്ടപ്പം. അൻസിബയുടെ വാല് നമ്മളെ ചപ്രിക്കുട്ടൻ നമ്മുടെ ജാസ്മിൻ കൊച്ചിന്റെ വാലായിരുന്നെങ്കിൽ ഇവിടെ നേരെ തിരിച്ച്. പിന്നെ ഇവര് പ്യുവർ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കിട്ടി, അത്രേ ഉള്ളൂ. അല്ല വേറെ പരിപാടിയൊന്നും അവരുടെ ഇടയ്ക്കില്ല. അപ്പൊ ഈ ഒരു സംഗതി കഴിയുമ്പോഴത്തേക്ക് മെയിൻ ആയിട്ട് എല്ലാവരും കണ്ട കാര്യം, അതിനെപ്പറ്റി വലുതായിട്ടൊന്നും പൊക്കി പറയാനില്ല, കഴിഞ്ഞുപോയി. ജിൻഡോ ജാസ്മിൻ വഴക്ക്, അയ്യോ മുട്ടൻ ഒരു വഴക്ക് നമുക്ക് അവിടെ കാണാം. എന്തായാലും ജിൻഡോ ചേട്ടൻ അരി വറുത്തങ്ങ് കീറി ജാസ്മിനെ തേച്ച് ഒട്ടിച്ചവിടെ. ഓക്കെ, ജാസ്മിനും മറ്റേ നിന്നങ്ങ് അടിക്കുന്നുണ്ട്. ജാസ്മിനെ വിട്ടു കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു സാധനം ജാസ്മിന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് കാല എന്നിട്ട് മാക്സിമം പ്രൊവോക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് ജിൻഡോ ചേട്ടനെ. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അടുക്കലൊക്കെയാണ് ആ പരിപാടി പുറത്തു വെച്ചൊരു പെണ്ണ് കാണിക്കുന്നത് കണ്ടോ. പെണ്ണെന്നുള്ള ടൈറ്റിലൊന്നും ഞാൻ നോക്കത്തില്ല, അടിച്ച് ചെവിക്കല്ല് പൊട്ടിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അവളുടെ വർത്താനം അതുപോലെയാണ്, മറ്റേ തീരെ ലോക്കൽ, മറ്റേ എന്താ പറയുന്നത്, ചന്ത മാർക്കറ്റ് സംസാരിക്കുന്നതിനെക്കാട്ടിലും താഴെ പോകും നമ്മുടെ ജാസ്മിൻ പ്രൊവോക്ക് ചെയ്യുമ്പോഴത്തേക്ക്. അവളുടെ വർത്താനം കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, അയ്യോ കൊടുക്കാൻ തോന്നും ആർക്കാണെങ്കിലും, സീരിയസ്ലി. അതിപ്പം ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, വീട്ടമ്മമാര് തന്നെ പറയുന്നത് അവളുടെ ചെവിക്കല്ല് നോക്കി ഒരെണ്ണം കൊടുക്കാൻ തോന്നുന്നത്. ആ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് ജാസ്മിന്റെ വർത്താനം കേൾക്കുമ്പോൾ. പിന്നെയും എന്തുകൊണ്ട് അവളവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പാടില്ല കൂട്ടുകാരെ, സത്യമായിട്ടും. അപ്പൊ ഇവരുടെ ഈ ഒരു വഴക്കിന്റെ ഇടയ്ക്ക് ഒരു കാര്യം നമ്മുടെ ജാസ്മിൻ പറയും. ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ശരണ്യ ഒരു തവണ ശരണ്യ എന്നെയും ഗബ്രിയെ പറ്റി മോശമായി എന്ന് പറയുന്ന ഒരു പോയിന്റ് അവിടെ പറഞ്ഞു ജാസ്മിൻ. അപ്പൊ ഇത് പറഞ്ഞുടനെ നമ്മുടെ സൈഡിൽ നിൽക്കുന്ന സീക്രട്ട് ഏജന്റ് സായിക്കുട്ടന്റെ പരിപാടി സായിക്കുട്ടൻ എന്ന് കാണിക്കുന്നത് ഞാൻ കണ്ടു. ഉടനെ തന്നെ ഇത് കേട്ടോടനെ സായി മറ്റേ അപ്പുറം ഇരിക്കുന്ന ശരണ്യ ആ സമയത്ത് അവിടെ ഇല്ല, അപ്സരയായിട്ട് മാറി സംസാരിക്കുമായിരുന്നു. ഓടി മറ്റേ കണ്ണൊക്കെ കാണിച്ച് വിളിക്കുന്നു നമ്മുടെ ശരണ്യക്കുട്ടിയെ, ഓടി വാ മോളെ, ഓടി വാ. എന്തിനാ ഓടി വന്നു കഴിയുമ്പോഴത്തേക്ക് ആ ഒരു വഴക്കിനക്കത്തേക്ക് കയറ്റിയിട്ട് അടുത്തൊരു പൊട്ടീനെ അവിടെ നടത്തിക്കാം എന്ന് വിചാരിച്ചായിരുന്നു സായി ചേട്ടൻ അത് ചെയ്തത്. ആ ഒരു ഗെയിം കൊള്ളായിരുന്നു, പക്ഷെ അതവിടെ ഏറ്റില്ല. ശരണ്യ വന്നിട്ട് ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. ശരണ്യ മണ്ടിയാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയാം. പവർ ടീമിനകത്ത് പവർ ഹൗസിൽ വരുമ്പോൾ മാത്രമേ അവളുടെ മറ്റേ കുണം നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അവളെ പറ്റി ഒരു തേങ്ങയ്ക്ക് അവളെ കൊള്ളത്തില്ല. അവൾ ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. നാക്കൊക്കെ പറ്റിയടേ, അതുകൊണ്ടാണ് കേട്ടോ, സോറി. അപ്പൊ ആ ഒരു സംഗതി. അതുപോലെ തന്നെ പിന്നെ നോമിനേഷൻ പ്രക്രിയ വരുന്നുണ്ട്. പിന്നെ ഇവര് തമ്മിലുള്ള വഴക്ക് അതോടെ പറഞ്ഞിട്ട് കാര്യമില്ല. ജാസ്മിൻ ജിൻഡോ ഇനി നമ്മളങ്ങോട്ട് കാണാൻ പോകുന്ന വഴക്കുകളാണ്. ജിൻഡോ ഇന്നൊരു പോയിന്റ് അതിനകത്ത് ഇടുന്നുണ്ട്, ഗബ്രി പോകാനുള്ള ഒരു കാര്യം കാരണം നീയാണെന്ന്. അത് നേരത്തെ അർജുനും നമ്മുടെ സിജോയും അവിടെ സംസാരിച്ചതാണ്. ഇപ്പൊ ജിൻഡോ മുഖത്ത് നോക്കിയത് അങ്ങ് അടിച്ചു. അപ്പം ഇത് അടിക്കുന്ന ഉടനെ തന്നെ ജാസ്മിൻ പറയുന്ന ഒരു കാര്യമാണ്, അങ്ങനെ അവൻ പോയിട്ടുണ്ടെങ്കിൽ അത് എന്റെ മിടുക്കെന്ന്. പൂർത്തിയായി. അവൾ ആ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് പറഞ്ഞതാണെങ്കിലും അവിടെ തീർന്നു. റസ്മിനൊക്കെ അത് കേട്ടോണ്ടിരുന്ന റസ്മിനൊക്കെ അവിടെ നിന്ന് പോയി. അവിടെ ഒന്നാമത് തന്നെ അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം ജാസ്മിനുമായിട്ടുള്ള കോംബോയാണ് ഗബ്രി പോകാൻ കാരണമെന്ന്. അപ്പൊ ആ ഒരു സാധനം അവളുടെ വായിനേനെ വീണപ്പോഴത്തേക്ക് ആൾക്കാർക്ക് മനസ്സിലായി അവിടെ.
പിന്നെ സംസാരിക്കണമല്ലോ ഈ ഒരു പിശാചിനോട് എന്ന് വെച്ചിട്ടാണ് അവിടെ പലരും മിണ്ടുന്നത് ജാസ്മിനോട്, അല്ലാതെ മറ്റേ വലിയ സാധനം ഉണ്ടായിട്ടൊന്നും അല്ല. എന്തായാലും ഈ ഒരു സാധനം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നോറ, അൻസിബയും നോറയും കൂടെ ശ്രീരേഖയെ പറ്റി സംസാരിക്കുന്നത് കേൾക്കാം. മെയിൻലി ഈ ശ്രീരേഖ എന്ന് പറയുന്ന വ്യക്തി അൻസിബയ്ക്ക് താല്പര്യമില്ലാത്ത വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സാധനം അൻസിബ പവർ ഹൗസിൽ കയറിയപ്പോഴത്തേക്ക് അതിനകത്തുള്ള ആളുകൾക്കും മറ്റേ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്റ്റൻ ഋഷി വഴി ഇനിയും ശ്രീരേഖയ്ക്ക് പണിയായിരിക്കും, അത് ഡെഫിനറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സാധനം കഴിയുമ്പോഴത്തേക്ക് നോമിനേഷൻ പ്രക്രിയ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രക്രിയയിലേക്ക് പവർ ടീം ഡയറക്റ്റ് ആയിട്ട് നോമിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ ശരണ്യക്കുട്ടിയാണ്. ഓഫ് കോഴ്സ് അതിനകത്ത് ഒരു തെറ്റും ഞാൻ കണ്ടില്ല. ശരണ്യാണ് നോമിനേഷനിൽ വരേണ്ടത്. സേഫായി ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ജനങ്ങൾ തീരുമാനിക്കുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. ജനങ്ങൾ തീരുമാനിക്കുമ്പോൾ എടുത്ത് ദൂരെ കളയുമോ എന്നുള്ള ഒരു ഡൗട്ട് ഒരു 80% ഉണ്ട്. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അർജുൻ, ജാസ്മിൻ ഇവർ രണ്ടുപേരും ഒഴിച്ച് ബാക്കി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ പിന്നെ ഈ ഒരു പവർ ടീം നോമിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഓരോ കണ്ടസ്റ്റൻസിനും വന്ന് നോമിനേറ്റ് ചെയ്യാലോ. അങ്ങനെ നോമിനേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അർജുൻ, ജാസ്മിൻ ഒഴിച്ച് ബാക്കി എല്ലാവരും നോമിനേഷനിൽ വന്നു. എന്തുകൊണ്ട് ജാസ്മിൻ വന്നില്ല എന്നുള്ളൊരു ചോദ്യം എനിക്കുണ്ട്. ജിൻഡോ പോലും പറഞ്ഞില്ല ജാസ്മിന്റെ പേര്. അതിനെ പ്രത്യേകിച്ച് ആരും ഡൗട്ട് അടിക്കണ്ട. ബിഗ് ബോസ് മേളിൽ നിന്ന് ഉത്തരവിട്ട് കാണും, ജാസ്മിനെ സേഫ് ആക്കി വിട്ടേക്ക് മക്കളെ എന്നുള്ളൊരു സാധനം. കാരണം ഗബ്രി പോയി, ഇനി അവള് വേണോ അതിനകത്ത്. അതുകൊണ്ട് തന്നെ ജാസ്മിൻ മാക്സിമം ഒരു ലാസ്റ്റ് ഒരു 5 ടോപ്പ് 5 എന്തായാലും ജാസ്മിൻ എത്തും എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് ഏകദേശം ഒക്കെ ഉറപ്പിക്കാം ഇപ്പം. കാരണം ബിഗ് ബോസ് അണ്ണൻ വിടത്തില്ല ജാസ്മിനെ, അവിടെ പിടിച്ചു നിർത്തും. അത് ഡെഫിനറ്റ് ആണ്. ജനങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വോട്ട് കൊടുത്തില്ലെങ്കിലും അവൾ അവിടെ കാണും. നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങൾ കണ്ടു. നമ്മുടെ യൂട്യൂബിൽ വരുന്ന പല പോളിങ്ങിലും ഞാൻ കണ്ടിട്ടുണ്ട് ജാസ്മിന് അധികം വോട്ടൊന്നും കിട്ടുന്നില്ല. പിന്നെ എങ്ങനെ അവൾ അതിനകത്ത് നിൽക്കുന്നു എന്നുള്ളൊരു ചോദ്യം പലർക്കും കാണും. അതിനുള്ള ഉത്തരം ഇത്രേ ഉള്ളൂ, ബിഗ് ബോസിന് വേണോ അവളെ അതിനകത്ത്. അത് അവസാനം വരെ അവളെ അതിനകത്ത് പിടിച്ചു നിർത്തും എന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി. നിങ്ങൾക്കും തോന്നുന്നെങ്കിൽ ഒന്ന് കമന്റ് ഇടുക. പിന്നെ ഇത് കഴിയുമ്പോഴത്തേക്ക് ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട്, ഒരു മറ്റേ ലോയിഡിന്റെ ഒരു ചെറിയൊരു ഗെയിം അല്ല, ഒരു ചെറിയൊരു ടാസ്ക്, ഒരു പരിപാടി. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ബിഗ് ബോസ് ഹോട്ടലിന്റെ അടുത്ത് നാളെ തൊട്ട് ബിഗ് ബോസ് ഹോട്ടൽ എന്ന് പറയുന്ന ഒരു പരിപാടി തുടങ്ങുകയാണ്. അതിനെപ്പറ്റി ഒരു ചെറിയ പരിപാടി, ഒരു ചെറിയ ബിഗ് ബോസിന്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ കൊടുക്കും. ഇതൊക്കെയാണ് ഇന്ന് ബേസിക്കലി നടന്നത് ബിഗ് ബോസ് ഹൗസിൽ. ഞാനിപ്പോ പറഞ്ഞില്ലേ, എനിക്ക് ഋഷി എന്ന് പറയുന്ന കുട്ടൻ ഇനി അധികം ഇതിനകത്ത് നിൽക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. പൊട്ടൻ കളിയാണ് ചെറുക്കൻ കളിക്കുന്നത്. പിന്നെ സിജോയെ പറ്റി സംസാരിച്ചില്ല. സിജോ ഇന്ന് നോമിനേഷനിൽ 1-2 ആളുകൾ പറഞ്ഞു, സിജോയുടെ ശ്രീരേഖ ഉൾപ്പെടെ തീ എന്നൊക്കെ പറഞ്ഞു വന്നിട്ട്, കാട്ടുതീ എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് കാട്ടുതീയുമില്ല, തീയുമില്ല, ഒരു തേങ്ങയില്ല. ഓക്കെ, പിന്നെ സായിയെ പറ്റി പറയുകയാണെങ്കിൽ സായി സൈഡിലിരുന്ന് പണി നടത്തുന്നുണ്ട്. ഓക്കെ, നേരെ ഇറങ്ങി കളിക്കുന്നില്ല സായി. നമുക്ക് നോക്കാം, സായിയുടെ കേസ് ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം സായി ഇടയ്ക്ക് മാറി നിന്ന് ഒരു പൊട്ടനെ പോലെ ഇരിക്കുന്നത് കാണാം, ഇടയ്ക്ക് മൂലക്കിരുന്ന് പണി നടത്തുന്നത് കാണാം. അതുകൊണ്ട് സായിയുടെ ഗെയിം ആയിരിക്കും അതെന്നാണ് എന്റെ പ്രതീക്ഷ. എന്നാൽ മുന്നോട്ട് സായി കാണും. പിന്നെ ജനങ്ങൾ പെട്ടെന്നൊന്നും സായി എടുത്ത് വെളിയിൽ കളയത്തില്ല, അത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സായി കാണും കുറച്ചു കാലം കൂടെയൊക്കെ, ചിലപ്പോ ഒരു ലാസ്റ്റ് വരെ എത്തിയേക്കാം. പിന്നെ അൻസിബയെ പറ്റി പറഞ്ഞു, ശ്രീതു അർജുനൊക്കെ വെറുതെ വലിയ ഗുമ്മൊന്നും ഇല്ലടോ. അത്ര എനിക്ക് അവരെ പറ്റി വലിയ അഭിപ്രായമൊന്നുമില്ല. നിന്ന് പോകും കുറച്ചു കാലം കൂടെയൊക്കെ, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ഒന്നും അല്ല അവര്. പിന്നെ നോറ ഈ ആഴ്ച ഒതുങ്ങിയോ എന്നുള്ളൊരു സംശയം നമുക്ക് നോക്കാം. ബാക്കി ഇന്നലെ ഇപ്പൊ തിങ്കളാഴ്ച കഴിഞ്ഞല്ലേ ഉള്ളൂ, ബാക്കി ദിവസങ്ങളിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം എന്തായാലും. അപ്പൊ ജാസ്മിൻ കൊച്ചിനെ പറ്റിയാണ് എനിക്ക് മെയിനായിട്ട് പറയാൻ തോന്നിയത്. ജബ്രിക്കുട്ടന്റെ മോള് ഇനിയും വേറെ ലെവൽ ഓഫ് ഗെയിമിംഗ് ആയിരിക്കും. അവരെണ്ണാക്കി കിട്ടി. ഞാൻ വിചാരിച്ചു ഇത്രയും കാലം ചപ്രിക്കുട്ടനാണ് ജാസ്മിനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഇപ്പൊ തോന്നുന്നു നേരെ മറിച്ചാണ്. ജാസ്മിന് നല്ല അവക്ക് അതിനകത്ത് നിൽക്കാൻ ഈ ഒരു 50-60 ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് ഒരുത്തം വേണമായിരുന്നു, അതായിരുന്നു ചപ്രിക്കുട്ടൻ. പിന്നെ അവളുടെ ഇമോഷണലൊക്കെ അവൾ കാണിക്കുന്ന കണ്ടിട്ട് അവൾ മറ്റേ സീരിയസ് ആയിട്ട് ആ ഒരു റിലേഷനിലേക്ക് പോവുകയാണെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ നല്ല പണി കിട്ടും. അവൻ തിരിഞ്ഞു പോലും നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചപ്രിക്കുട്ടന്റെ മോള് വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു അവന്റെ ലൈഫിലേക്ക് ചെല്ലാം എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല മോളെ, കേട്ടോ.